വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്പോൺസേഡ് പ്രോഗ്രാമായ എൻജോയ് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം തന്നെ മത്സരാർത്ഥികളെ ഒന്ന് പരിചയപ്പെടാം. എന്താ പേര്? അനുഭവ് കൃഷ്ണ. സ്ഥലം? കൊടുങ്ങല്ലൂർ. അനുഗ്രഹ കൃഷ്ണ, കൊടുങ്ങല്ലൂർ. രണ്ടുപേരൊന്നോ? അനുഭവം അനുഗ്രഹവും. ശ്രീലക്ഷ്മി, ട്രിവാൻഡ്രം. ഗായത്രി, ട്രിവാൻഡ്രം. മണിക്കുട്ടി അല്ലേ? നേരത്തെ ഞാൻ കേട്ടു. നിങ്ങളൊക്കെ കസിൻസോ? എന്റെ വൈഫാണ്. അനിയനാണ്. അനിയത്തി. ഓക്കെ, നല്ല ഫാമിലി ആയിട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്താണ് പ്രോഗ്രാം എന്നതിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം. 10 രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. 20 സെക്കൻഡിനുള്ളിൽ ആൻസർ പറയണം. ആരാണ് ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്നത് അവരാണ് ഇന്നത്തെ പ്രോഗ്രാമിന്റെ വിജയി. ഓക്കെ, മനസ്സിൽ എന്ത് ആൻസർ ഉണ്ടെങ്കിലും പറയുക, പറയാതിരിക്കരുത്. കുട്ടി റെഡിയാണോ? അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു മീനിനെ നമ്മൾ കടലിൽ നിന്ന് പിടിച്ച് കരക്കിട്ടാൽ എന്ത് പറ്റും? മീൻ പെട്ടെന്ന് ചാവും. പെട്ടെന്ന് ചാവുന്നതൊക്കെ ഒന്നാണല്ലോ. കരിമീനോ? ഒരു മീനിനെ പിടിച്ച്, കടലിൽ കിടക്കുന്ന ഒരു മീനിനെ പിടിച്ച് ബേസ് ലെവലിൽ നിന്ന് ചിന്തിച്ചാൽ മതി. കരക്കിട്ടാൽ എന്ത് പറ്റും? അവിടെ കിടക്കുന്ന ഒരു മീനിനെ പിടിച്ച് ഞങ്ങൾ ഇവിടെ ഇടുന്നു, അപ്പൊ അതിന് എന്ത് പറ്റും? അല്ല, എന്ത് പറ്റും? കുസൃതി ചോദ്യ. മീനെ പിടിച്ച് കരയിലിട്ടാൽ എന്ത് പറ്റും? ബേസ് ലെവലിൽ നിന്ന് ചിന്തിച്ചെന്ന് പറഞ്ഞു. കരയിലിട്ടാൽ എന്ത് പറ്റും? ആദ്യത്തെ ക്വസ്റ്റിന്റെ ആൻസർ കിട്ടാൻ ചിലപ്പോൾ പാടായിരിക്കും, ആ ഒരു ലോജിക്ക് മനസ്സിലാവത്തില്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മുതൽ പറഞ്ഞു തുടങ്ങും. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ തന്നെ പറയാം. മണ്ണ് പറ്റും. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓ, മനസ്സിലായി. നല്ലൊരു ഇൻട്രസ്റ്റ് വന്നു അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, വധൂവരന്മാർ ആദ്യമായി കഴിക്കുന്നത് എന്താണ്? കല്യാണം. മനസ്സിലായില്ലേ? കല്യാണം കഴിക്കാൻ എത്ര നാളായി? 1 ഇയർ കഴിഞ്ഞു. 1 ഇയർ കഴിഞ്ഞു ആണോ? ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. VMTV ന്യൂസിന്റെയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ആശ്രയ സമ്മാന പെരുമഴ എന്താണെന്ന് അറിയണ്ടേ? ഭവനരഹിതരായ 100 പേർക്ക് വീട് വെച്ചു കൊടുക്കുന്ന പദ്ധതിയാണ് ആശ്രയ സമ്മാന പെരുമഴ. ആശ്രയ സമ്മാന പെരുമഴയുടെ മാസം തോറുമുള്ള നറുക്കെടുപ്പിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. എന്താണെന്ന് അറിയണ്ടേ? 1-ാം സമ്മാനം തിരഞ്ഞെടുക്കുന്ന 5 പേർക്ക് 3 സെന്റ് വീതം. 2-ാം സമ്മാനം തിരഞ്ഞെടുക്കുന്ന 2 പേർക്ക് 2 ആൻഡ്രോയിഡ് മൊബൈലുകളും. മാസം തോറുമുള്ള നറുക്കെടുപ്പിൽ 5 പേർക്ക് 3 സെന്റ് വീതം നൽകും എന്ന വാർത്ത നിങ്ങൾ അറിഞ്ഞില്ലേ? ഇത് ഏത് വസ്തുവാണ് നൽകുന്നത് എന്ന് അറിയാനുള്ള ആകാംക്ഷയിലായിരിക്കും നിങ്ങൾ എന്ന് ഞങ്ങൾക്കറിയാം. ഇടുക്കി ജില്ലയിൽ തൊടുപുഴയിൽ മണക്കാടിന് സമീപം ഹൈവേക്ക് 400 മീറ്റർ അകലെയാണ് ഈ ഒരു വസ്തു സ്ഥിതി ചെയ്യുന്നത്. തികച്ചും വാഹന സൗകര്യമുള്ള വസ്തുവാണിത്. ഈ 1-ാം സമ്മാനത്തിൽ പറഞ്ഞിരിക്കുന്ന 3 സെന്റ് വെച്ച് 5 പേർക്ക് ഞങ്ങൾ ഓരോ മാസവും 50 പേരെയാണ് ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇനി ഡിസംബർ 30-ാം തീയതി വരെ ഏകദേശം 5 മാസമുണ്ട്. 5 മാസമാകുമ്പോൾ 250 പേരെയാണ് ഞങ്ങൾ ഈ ഒരു 3 സെന്റ് വെച്ച് ലഭിക്കുവാനായി തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ആ 250 പേരിൽ നിന്നാണ് മഹാഭാഗ്യശാലികളായ 5 പേർക്കാണ് ഈ ആരെയും അതിശയിപ്പിക്കുന്ന ഈ ഒരു വസ്തു നിങ്ങൾക്ക് വീട് വയ്ക്കാൻ അനുയോജ്യമായ ഈ വസ്തു നിങ്ങൾക്ക് ലഭിക്കുന്നു. 1-ാം സമ്മാനമായി 10 പേരെ കാത്തിരിക്കുന്നത് വമ്പൻ സമ്മാനങ്ങളാണ്. അതിൽ ആദ്യത്തെ ടോക്കന് ഒരു താവൂക്ക് കമ്പനിയും മറ്റ് 9 ടോക്കണുകൾക്കും 9 വീടുകളുമാണ് കാത്തിരിക്കുന്നത്. 2-ാം സമ്മാനം 13 പേർക്ക്. അതിൽ ഒരാൾക്ക് 10 സെന്റ് വീതവും ബാക്കി 12 പേർക്ക് 5 സെന്റ് വീതവും. ഏവരുടെയും സ്വപ്നവാഹനമായ താർ കാറാണ് 3-ാം സമ്മാനമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത്. 4-ാം സമ്മാനമായി തിരഞ്ഞെടുക്കുന്ന 3 പേർക്ക് ഡിയോ സ്കൂട്ടർ. 5-ാം സമ്മാനമായി 25 പേർക്ക് 1 ഗ്രാം ഗോൾഡ് കോയിൻ തുടങ്ങിയ ഹോം അപ്ലയൻസസ്. തീർന്നില്ല. ഷെയർ ചെയ്യുന്ന ഒരാൾക്ക് 3 സെന്റ് ഉണ്ട് സമ്മാനമായിട്ട്. അതുകൊണ്ട് VMTV ന്യൂസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. മാത്രമല്ല ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുകയും ചെയ്യുക. ഒപ്പം ഫേസ്ബുക്ക് പേജും. മറ്റുള്ളവർ പറയുന്ന പോലെയല്ല, ഇത് VMTV ന്യൂസിന്റെ വാക്കാണ്. അപ്പൊ എങ്ങനെ എല്ലാവരും ഷെയർ ചെയ്യുകയല്ലേ? മാസം തോറുമുള്ള നറുക്കെടുപ്പിന്റെ സമ്മാനങ്ങളിൽ മാത്രമല്ല മാറ്റം വരുത്തിയിട്ടുള്ളത്, കൂപ്പണിലും മാറ്റമുണ്ട്. ഇനി മുതൽ മെഗാ നറുക്കെടുപ്പ് വരെ 1000 രൂപയ്ക്ക് മാത്രമേ കൂപ്പൺ ലഭിക്കുകയുള്ളൂ. 1000 രൂപയ്ക്ക് കൂപ്പണ് 5 ടോക്കനാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പൊ ഇങ്ങനെ എല്ലാരും ടോക്കൺ എടുക്കല്ലേ? 1000 രൂപ നിങ്ങളെ കയ്യിൽ നിന്ന് വാങ്ങുന്നതിന് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്ന ബമ്പർ സമ്മാനങ്ങൾ നിങ്ങൾ കണ്ടല്ലോ. എന്തായാലും
1000 രൂപയിലൂടെ സമ്മാനം ലഭിക്കുന്നതോടൊപ്പം നിങ്ങൾക്ക് ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളിയാകാവുന്ന അവസരം ഒരുക്കിക്കൊണ്ടാണ് VMTV ന്യൂസും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. അപ്പൊ എങ്ങനെ ടോക്കൺ എടുക്കല്ലേ? നമ്മളുടെ സ്വന്തമാണെങ്കിലും ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത് മറ്റുള്ളവരാണ്. എന്താ? നമ്മുടെ സ്വന്തമാണ്, പക്ഷേ എങ്കിലും ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത് മറ്റുള്ളവരാണ്. എന്താണത്? എന്നെ മൊത്തത്തിൽ നോക്കുകയാണ് മണിക്കുട്ടി. അല്ല 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 അല്ല, എല്ലാവർക്കും ഉണ്ട്, ഈ ലോകത്തുള്ള എല്ലാ പേർക്കും ഉണ്ട് ആ ഒരു സംഭവം. കണ്ണ്. ഒന്നുകൂടെ ക്വസ്റ്റ്യൻ. നമ്മുടെ ഉണ്ടെങ്കിലും മറ്റുള്ളവരാണ് നമുക്ക് സ്വന്തമാണെങ്കിൽ ഇത് ഉപയോഗിക്കുന്നത് കൂടുതൽ മറ്റുള്ളവരാണ്. എന്താണ് സംഭവം? നമുക്ക് എല്ലാവർക്കും ഉണ്ട് സ്വഭാവം. മണിക്കുട്ടി ഇവിടെ വിളിക്കും, ഇവിടെ വിളിക്കും. പേര് ഇവിടെ ആദ്യം പറഞ്ഞത്, പക്ഷേ സൗണ്ടൊക്കെ കൂടി പോയെന്നേ ഉള്ളൂ. പേര്, ഒരാള് പേര് എന്ന് പറഞ്ഞു. ഓക്കെ, ഇവിടെ 2 ക്വസ്റ്റിന്റെ ആൻസർ ആയി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് എല്ലാ അച്ചാറിലും ഇടും, പക്ഷെ ആരും കഴിക്കാറില്ല. ചാറ്. കറിവേപ്പില. കറിവേപ്പിലല്ല, ചാറ്. എല്ലാ അച്ചാർ കുപ്പിക്കകത്തും ഇത് കാണും, പക്ഷെ ആരും കഴിക്കാറില്ല. നെയ്. നെയ്യല്ല, അതൊക്കെ കഴിക്കും. അച്ചാർ കുപ്പിയിൽ എന്തുണ്ടെന്ന് മണിക്കുട്ടി നോക്ക്. മുളക്. എന്തോ അകത്തുള്ളേണ. ആ, എല്ലാ അച്ചാറിലും ഇതുണ്ട്, പക്ഷെ ആരും കഴിക്കാറില്ല. എന്താണ്? എന്തോന്ന് ആൻസർ ചാറല്ലെന്ന് പറഞ്ഞു, പിന്നെ ആളും കൂടി ഇടാന്ന് വെച്ചാ. എല്ലാ അച്ചാർ കുപ്പിക്കകത്ത്. ആ, നല്ലത്. ചക്കിക്കൊത്ത ചക്കി. ഒരാൾ ആയും പറഞ്ഞു, ഒരാൾ 6 പറഞ്ഞു. നീ ചാ പറയൂ, അച്ചാറാവും. ഉണ്ടാവും. എല്ലാ അച്ചാറിലും ഇതിടും, പക്ഷെ ആരും ഇത് കഴിക്കാറില്ല. ടൈം ഔട്ടായി. സ്പൂൺ. നമ്മൾ കൈയൊക്കെ എടുത്ത് ഇങ്ങനെ കഴിക്കണം. ഓ, അതാണ് അറിയത്തില്ല. അച്ചാറെന്ന ബാക്കി സ്പൂൺ എടുത്താൽ അത് കഴുകണമല്ലോ. ആ, അതാണ്. സാധാരണ ഒരു മനുഷ്യൻ അങ്ങനെയാണല്ലോ, സ്പൂൺ ഉപയോഗിക്കാറുണ്ടല്ലോ. അത് ഉദ്ദേശിച്ചാൽ ചീത്തയാവില്ല അച്ചാർ കുപ്പി, അതുകൊണ്ട് ഇട്ട് വെക്കാറില്ല. അങ്ങനെ. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ അങ്ങനെ അങ്ങ് പോട്ടെ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരാളോട് വളരെ വിഷമമുള്ള ഒരു ചോദ്യം ചോദിച്ചു. അപ്പോൾ അയാൾ കിണറ്റിലേക്ക് ഇറങ്ങി. എന്തുകൊണ്ട്? കിണറ്റിലോട്ട് ഇറങ്ങി. എന്തുകൊണ്ട്? ആഴം എത്ര? വിഷമത്തിന്റെ ആഴം. ആഴത്തിലോട്ട് ഇറങ്ങി. ആഴത്തിൽ ചിന്തിക്കാൻ. അടിമണിക്കുട്ടി കറക്റ്റ് ആൻസർ ആണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ആരെയും ഇതുവരെയും ഒരു മുറിവ് പോലും ഉണ്ടാക്കിയിട്ടില്ല, എങ്കിലും കൊലയാളി എന്ന് പേരുദോഷം ലഭിച്ച ഒരു മരമുണ്ട്. ഏതാണ്? വാഴ. വാഴ കൊലയാളി അല്ല. മുളക്. മരം. മരം. കൊലയാളി എന്ന് പേരുദോഷം ലഭിച്ച മരം. ആൻസർ ആണോ പറഞ്ഞത്? മരം അല്ല. അല്ല, കൊലയാളി എന്ന് പേരുദോഷം. ആരും ഇതുവരെ ഒരു മുറിവ് പോലും ഏൽപ്പിച്ചിട്ടില്ല, പക്ഷെ കൊലയാളി എന്ന് അരയാലല്ല. സാധാരണ ഏപ്രിൽ മാസത്തിലാണ് ഇതിനൊരു പ്രാധാന്യം. കണിക്കൊന്ന. അതിന് വേറൊരു പേര് പറയൂ. കൊന്നമരം. കറക്റ്റ്. കൊന്നവരാണ് കറക്റ്റ് ആൻസർ. 3 ദിവസത്തിന്റെ ആൻസർ ആയി. നല്ല ക്ലാപ്പ് കൊടുക്കൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കാലിൽ പിടിച്ചാൽ തോളിൽ കയറുന്നത് ആരാണ്? പറയൂ. ഭാര്യയാണ്. കാലിൽ പിടിച്ചാൽ തോളിൽ കയറുന്നത് ആരാണ്? പറയൂ, ഭാര്യയുടെ പേര് പറയൂ. കാലിൽ പിടിച്ച തോളിൽ കയറുന്നത് ആരാണ്? സാധാരണ മഴയത്തും വെയിലത്തും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനം. ആൻസർ ഞാൻ തന്നെ പറയണം. അങ്ങനെ അറ്റം ഞാൻ ക്ലൂ തരികയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 4 ക്വസ്റ്റ്യനായി. ഇടുക്കി. എത്ര ക്വസ്റ്റ്യനാണ് സമ്മാനം? അടുത്ത ക്വസ്റ്റ്യൻ അങ്ങനെയൊന്നുമില്ല. ഏറ്റവും കൂടുതൽ പറയുന്ന ആരാണ്? ഈ അടുത്ത എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണേ. മാനത്ത് കാണുന്ന മറ്റൊരു മാനം. വിമാനം. കറക്റ്റ്. നേരത്തെ നമ്മൾ വീഡിയോ എടുത്തായിരുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദോശ ചുടാൻ എടുക്കുന്ന മരം.
മരമാ. മരം. ദോശ ചുടാൻ എടുക്കുന്ന മരം. കുസൃതി ചോദ്യമല്ലേ, ഇങ്ങനെയൊക്കെ ചോദിക്കാൻ പറ്റും. മാവ്. മാവ്. മണിക്കുട്ടിക്ക് എവിടെ നിന്ന് കിട്ടി? തന്നെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പൊടിയിട്ടാൽ വടിയാകുന്ന സാധനം. കൊടിയിട്ടാല് വടിയായിട്ട് വരും തിരിച്ച്. എന്താണെന്ന് അറിയോ? മാജിക്കാ. പൊടി നമ്മൾ ഇട്ട് കൊടുത്താൽ വടിയായിട്ട് തിരിച്ചു വരും. എന്താണത്? കോടാലി. കോടാലിയോ? അതെന്തോ സാധനം? പുട്ട്. ഞാനാണോ പറഞ്ഞത്? തന്നെ. ഓക്കെ, എങ്കിലും 4 ക്വസ്റ്റ്യൻ കൂടുതൽ പറഞ്ഞില്ല. അല്ലല്ല, ഇവിടെ 3ഉം 4. പേരെന്തായിരുന്നു? ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി. അപ്പോൾ ഇന്നത്തെ എൻജോയ്ഡ് പ്രോഗ്രാമിന്റെ വിജയി ശ്രീലക്ഷ്മിയാണ്. ശ്രീലക്ഷ്മിക്ക് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെറിയൊരു സ്നേഹോപകാരമുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻജോയ്ഡ് പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.